ഹായ് അസ്സാം വലൈക്കും. അപ്പോൾ ഇന്നുണ്ടല്ലോ ഒരു ഈവനിങ് വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഇതിൽ നല്ല അടിപൊളി 2 റെസിപ്പീസൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടുനോക്കുക. ഇഷ്ടമാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എന്തെങ്കിലും കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യുക. അപ്പോൾ ഇതാ ഞാൻ വൈകുന്നേരം ചായക്കുള്ള വെള്ളം ഒന്ന് ഗ്യാസ് മേൽ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇന്ന് ഞാൻ നല്ല അടിപൊളി ഐസ്ക്രീമിൻ്റെ ടേസ്റ്റിലുള്ളൊരു ഫ്രൂട്ട് സലാഡും കൂടി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാനിതിൽ കാണിക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഇതാ ഞാനൊരു പോട്ടിലേക്ക് ഒരു പാക്കറ്റ് പാലൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് ഇതാ ചായക്കുള്ള വെള്ളം തിളച്ചപ്പോൾ ഇനിയിപ്പോൾ അതിലേക്കുള്ള പൊടിയും കൂടി ഒന്ന് ഇട്ട് കൊടുക്കട്ടെ. ഇനിയിപ്പോൾ ഈ ഒരു പാലിലേക്ക് 2 ടേബിൾ സ്പൂണ് കോൺഫ്ലോർ ആണ്. ഇത് കസ്റ്റാർഡ് പൗഡർ ഒന്നും ചേർക്കാത്ത ഫ്രൂട്ട് സലാഡാണ് കേട്ടോ. 2 ടേബിൾ സ്പൂണ് കോൺഫ്ലോറും 3 ടേബിൾ സ്പൂണ് പാൽപ്പൊടിയും പിന്നെ 1 ടീസ്പൂണ് വാനില എസൻസും ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടി ചേർത്തിട്ട് അത് കട്ടല്ലാതെ നല്ലോണം ഒന്ന് കുറുക്കിയെടുക്കുകയാണ്. അപ്പോൾ ഇത് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓൺ ആക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ഇതാ നമ്മളെ കസ്റ്റാർഡൊക്കെ നല്ല കുറുകി വന്നിക്കണ്. ഈ ഒരു പാകമായപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിടണേ. ഇനിയിപ്പോൾ വേറൊരു പാത്രത്തിലേക്ക് ഞാനൊരു പാക്ക് ഫ്രഷ് ക്രീമാണ് ഇട്ട് കൊടുക്കുന്നത്. അതിലേക്ക് ഇതാ മധുരത്തിന് ആവശ്യത്തിന് മിൽക്ക് മെയ്ഡും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഒരു 1/2 ടിന്ന് മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. വേറെ മധുരം പിന്നെ ചേർക്കണില്ല. ഇനിയിപ്പോൾ ഫ്രഷ് ക്രീമും മിൽക്ക് മെയ്ഡും നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഇതാ ഞാൻ എൻ്റെ കയ്യിലുള്ള കുറച്ച് ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് വെച്ചിരിക്കണേ. അതിലേക്ക് കുറച്ച് കസ്കസ് കുതിർത്തത് ഇട്ട് കൊടുത്തിരിക്കണേ. പിന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു കസ്റ്റാർഡ് ഉണ്ടല്ലോ, അതും കൂടിയും അതിലേക്ക് ഇട്ടിട്ട് ആ ഫ്രൂട്ട്സൊക്കെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഫ്രൂട്ട്സ് നമ്മളെ കയ്യിലുള്ള ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ ഫ്രൂട്ട്സും കസ്റ്റാർഡൊക്കെ നല്ലോണം മിക്സായി. ഇനിയിപ്പോൾ അതിലേക്ക് ആ ഒരു ഫ്രഷ് ക്രീമും മിൽക്ക് മെയ്ഡിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അത് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഈ ഒരു ഫ്രഷ് ക്രീമും മിൽക്ക് മെയ്ഡും ഒരിക്കലും സ്കിപ്പാക്കരുത് കേട്ടോ. അതാണ് ഈ ഒരു ഫ്രൂട്ട് സലാഡിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുന്നത്. അപ്പോൾ നമ്മൾ നോർമലായിട്ട് കഴിക്കുന്ന ഫ്രൂട്ട് സലാഡിൽ നിന്നും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് വാനില എസൻസും കൂടി ചേർത്ത് കൊടുത്തിക്കണേ. അപ്പോൾ ഇത് നല്ല ഐസ്ക്രീമിൻ്റെ ടേസ്റ്റിലുള്ള നല്ല ക്രീമി ആയിട്ടുള്ള നല്ല ടേസ്റ്റുള്ളൊരു ഫ്രൂട്ട് സലാഡാണ് കേട്ടോ. എല്ലാവരും മസ്റ്റായിട്ട് തന്നെ ട്രൈ ചെയ്ത് നോക്കണം. ഇനിയിപ്പോൾ ഇത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ലോണം ഒന്ന് തണുപ്പിക്കട്ടെ, എന്നിട്ട് സെർവ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ലോണം തണുപ്പിച്ചെടുത്തിക്കണേ. അപ്പോൾ ഇതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൂട്ട് സലാഡ് റെഡിയായി. കസ്റ്റാർഡ് പൗഡറിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇങ്ങനെയും നമുക്ക് ഫ്രൂട്ട് സലാഡ് റെഡിയാക്കിയിട്ട് എടുക്കാം കേട്ടോ. നല്ല വാനില ഐസ്ക്രീമിൻ്റെ അതിലേറെ ടേസ്റ്റിൽ നല്ല അടിപൊളി ഫ്രൂട്ട് സലാഡാണ്. അപ്പം ഇപ്പോൾ വെക്കേഷനും കാര്യങ്ങളൊക്കെ ആണല്ലോ, മക്കൾക്ക് എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇങ്ങനെ കഴിക്കേണ്ടി വരും. അപ്പോൾ അവർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഡെസേർട്ടാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ഇനിയിപ്പോൾ ഇന്ന് ഡിന്നറിന് സ്പെഷ്യലായിട്ട് തന്തൂരി ചിക്കനാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിന് വേണ്ടി ഞാൻ 1 കിലോ ചിക്കൻ്റെ അളവാണ് കേട്ടോ പറയണത്. അതിന് വേണ്ടിയിട്ട് ഇതാ ഞാൻ ഒരു പാത്രത്തിലേക്ക് 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂണ് മുളക് പൊടി, 1 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി, 2 ടീസ്പൂണ് കുരുമുളക് പൊടി, 1/2 ടീസ്പൂണ് ചെറിയ ജീരകം പൊടിച്ചത്, 1 ടീസ്പൂണ് ഗരം മസാല, പിന്നെ കുറച്ച് 1/2 ടേബിൾ സ്പൂണ് ടൊമാറ്റോ കെച്ചപ്പ്, പിന്നെ ഇതാ 1 മുറി നാരങ്ങയും കൂടി ഒന്ന് പിഴിഞ്ഞൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ 4 ടേബിൾ സ്പൂണ് അധികം പുളിയില്ലാത്ത തൈര്, അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റോ അല്ലെങ്കിൽ ചതച്ചതോ, പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് ഈ ഒരു മസാല കൈ വെച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ കഴുകി വൃത്തിയാക്കിയിട്ട് വെള്ളമൊക്കെ ഊറ്റി വെച്ചിട്ടുള്ള ചിക്കന് ഓരോ പീസായിട്ട് ഇതിലിട്ടിട്ട് നല്ലോണം ഒന്ന് മസാല തേച്ചെടുക്കാം.
ഇനിയിപ്പോൾ ഇത് ഞാൻ ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ചുരുങ്ങിയത് ഒരു അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. ഫ്രിഡ്ജിൽ വെച്ചാൽ മതി, അപ്പോൾ പെട്ടെന്ന് തന്നെ മസാല പിടിക്കും. ഇനിയിപ്പോൾ ഞാനിത് എയർ ഫ്രയറാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. പാനിൽ വെച്ചാലും കുഴപ്പമൊന്നുമില്ല, ഓവനും അങ്ങനെ എയർ ഫ്രയറൊന്നും വേണമെന്നില്ല. ഒരു 45 മിനിറ്റാണ് ഞാൻ എയർ ഫ്രൈ ചെയ്തെടുത്തത്. അപ്പോൾ കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് തന്നെ തന്തൂരി ചിക്കൻ കിട്ടിയിരിക്കുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചിക്കനാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും പുറത്ത് പോയിട്ടൊന്നും കഴിക്കാതെ വീട്ടിൽ തന്നെ ഇതുപോലെയൊക്കെ റെഡിയാക്കിയിട്ട് എടുക്കുകയാണെങ്കിൽ മക്കൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. അപ്പോൾ ഇതാ ഞാൻ കുറച്ച് ലെറ്റ്യൂസിൻ്റെ ലീവ്സൊക്കെ വെച്ചിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്തിരിക്കുന്നത്. പിന്നെ ഈ ഒരു ചിക്കൻ്റെ കൂടെ ഈ ഒരു ലെറ്റ്യൂസിൻ്റെ ലീവ്സ് സാലഡായിട്ട് കഴിക്കുകയാണെങ്കിൽ അടിപൊളിയാണ് കേട്ടോ. കുറച്ച് ലെമൺ ജ്യൂസും കൂടി ആക്കി കൊടുത്താൽ മതി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. അങ്ങനെ ഇതാ ഫുഡ് കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ കിച്ചണ് മൊത്തത്തിലൊന്ന് ക്ലീൻ ആക്കി ഇടണം. പിന്നെ ഇനിയിപ്പോൾ പ്രത്യേകിച്ച് പണികളും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇതാ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എന്തെങ്കിലും കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ അസ്സലാമു അലൈക്കും.